ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ സഭ മാത്രമല്ല, ലോകം മുഴുവനും ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള സന്ദേശത്തിൽ വിശുദ്ധ പത്രോസിൻ്റെ ചത്തുരത്തിൽ തിങ്ങിക്കൂടി നിന്ന ജനസഹസ്രങ്ങളോട് ഇപ്രകാരം പറഞ്ഞു: ക്രൈസ്തവ വിളിയുടെ കേന്ദ്രം ക്രിസ്തുവാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പച്ചയായ സാഹചര്യങ്ങളിൽ ക്രിസ്തുവും അവിടുത്തെ സുവിശേഷ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടണം. നന്മയുടെ പ്രപഞ്ച പരിപാലനത്തിനായുള്ള വിളിയിൽ സംരക്ഷകരാകേണ്ടത് ക്രൈസ്തവർ മാത്രമല്ല, ലോകത്തിലെ സകല ജനതകളുമാണ്. ഈ വലിയ ഉത്തരവാദിത്വം ഓരോ വ്യക്തിയുടേതുമാണ്. കാലങ്ങൾക്ക് മുൻപേ ഈ ഒരു തിരിച്ചറിവാണല്ലോ നമ്മുടെ സമൂഹ സ്ഥാപകയായ പ്രിയപ്പെട്ട വല്യമദറിനുമുണ്ടായത്. സുവിശേഷ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ദൈവിക സ്വരം ഹൃദയത്തിൽ മന്ത്രിച്ചപ്പോൾ വല്യമദർ അനേകായിരം ആത്മാക്കളുടെ സംരക്ഷണവും മുന്നിൽ കണ്ടുകൊണ്ട് നാടും വീടും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമതാളുകളിലൂടെ കടന്നു പോകുമ്പോൾ അനേകരെ ദൈവം വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ദേശത്തെയും ബന്ധുജനങ്ങളെയും പിതൃഭവനത്തെയും ഉപേക്ഷിച്ച് താൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുവാൻ ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെട്ടു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയെ വിളിക്കുന്നതായി നാം കാണുന്നു. ഇസ്രയേൽ മക്കളുടെ ഹൃദയം തകർന്ന നിലവിളിക്ക് ദൈവം കൊടുത്ത പ്രത്യുത്തരമാണ് മോശയുടെ ദൈവവിളി. ഹന്നായുടെ നിലവിളിക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരമായിരുന്നു സാമുവേലിൻ്റെ വിളി. ജനത്തിൻ്റെ നിലവിളിക്കുള്ള പ്രത്യുത്തരമായിരുന്നു സാമുവേലിൻ്റെ വിളി. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുടെയൊക്കെയോ നിലവിളിക്കുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവവിളി. അങ്ങനെ നോക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കൊടികുത്തി വാണിരുന്ന തെക്കൻ നാട്ടിലെ അനേകായിരം മക്കളുടെ നിലവിളിക്ക് ദൈവം കൊടുത്ത പ്രത്യുത്തരമല്ലേ ബഹുമാനപ്പെട്ട വല്യമദറിൻ്റെ ദൈവവിളിയും. നീ തെരുവീതികളിലേക്കും ഇടവഴികളിലേക്കും ഊടുവഴികളിലേക്കും ചെന്ന് ദരിദ്രരെയും മുടന്തരെയും കുരുടരെയും എൻ്റെ വീട് നിറയേണ്ടതിനായി പ്രവേശിക്കുവാൻ നിർബന്ധിക്കുക എന്നുള്ള യേശുവിൻ്റെ ആഹ്വാനം ശിരസാവഹിച്ച് പ്രേക്ഷിത തീഷ്ണതയാൽ ജ്വലിച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മേരി മക്കളുടെ അമരക്കാരിയായി ദീർഘനാൾ വല്യമദർ ശോഭിച്ചു. സഹനത്തിൻ്റെ ഒറ്റയടിപ്പാതയിൽ നമ്മെ ഒറ്റപ്പെടുത്താതെ നമ്മോടൊട്ടി നടന്ന് ഒപ്പം നടക്കുന്നവനാണ് ദൈവം. ഈ ഒരു ബോധ്യത്തിൽ നിന്നാവണം വല്യമദറിന് ഉറക്കെ പറയാനായത്: നിന്റെ കുരിശുകൾ ആരും അറിയാതെ സഹിക്കുക. അതിൻ്റെ കഠിനവ്യത നിനക്ക് മാത്രം അറിയപ്പെട്ടതായിരിക്കട്ടെ. നിന്റെ കർണപുടങ്ങളിൽ അതൊരു സംഗീതമായിരിക്കട്ടെ. ദൈവ ഐക്യമായിരുന്നു ബഹുമാനപ്പെട്ട വല്യമദറിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ലക്ഷ്യവും. നിരന്തരമായ പരിശ്രമത്തിലൂടെയും സാധനയിലൂടെയും വല്യമദർ അതിനെ പരിപോഷിപ്പിച്ചു. അഗ്നികുണ്ഡത്തിനടുത്ത് നിൽക്കുന്നവരിൽ നിന്ന് ചൂടേൽക്കുന്നത് പോലെ പ്രിയപ്പെട്ട വല്യമദറിൽ നിന്നും ദൈവസ്നേഹാഗ്നിയുടെ താപം ചുറ്റും പ്രസരിച്ചിരുന്നു. ചൂടായി, വെളിച്ചമായി, ഊർജം നൽകുന്ന ഇന്ധനമായി, മാലിന്യങ്ങളെ ഉരുക്കി സ്ഫുടം ചെയ്യുന്ന യാഗാഗ്നിയായി, ശുദ്ധി കലശമായി പ്രിയപ്പെട്ട വല്യമദർ നമ്മുടെ ഇടയിൽ ജീവിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട വല്യമദർ പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു. പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ പ്രാർത്ഥന എന്നത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ്, ദൈവത്തെ നമ്മുടെ മുഖത്തേക്ക് നോക്കാൻ അനുവദിക്കലാണ്. വലിയ മദറിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി കൂപ്പുകൈകളുമായി പരിസരം മറന്ന് ധ്യാന നിമഗ്നയായിരുന്ന സന്ദർഭങ്ങളും അവസരങ്ങളും ഏറെയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മദർ മേരി ദിവ്യകാരുണ്യനാഥനോടൊപ്പം രാത്രികാലങ്ങളിൽ വിശ്രമിക്കുകയും പകൽ മുഴുവൻ പാവപ്പെട്ടവർക്ക് അത്താണിയായി ജീവിക്കുകയും ചെയ്തു. പ്രശ്നങ്ങളിൽ ശക്തിയും ധൈര്യവും സംഭരിക്കേണ്ടത് ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നാണെന്ന് വലിയ മദർ തൻ്റെ മക്കളെ ജീവിത മാതൃക വഴി പഠിപ്പിച്ചു. പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ ഖലീൽ ജിബ്രാൻ ഇപ്രകാരം പറയുന്നു: ഒരു പൊടിക്കുഞ്ഞിനെ പോലും നീ കേൾക്കണം, അവരിലൂടെ വരെ ദൈവം സംസാരിക്കും. സമൂഹത്തിൻ്റെ സഹസ്ഥാപകയായിരുന്നിട്ട് പോലും
കൂട്ടക്രമങ്ങളിൽ നിന്ന് ഒഴിവെടുക്കാൻ അനുവാദം ചോദിക്കുവാനും തെറ്റുകൾ ഏറ്റുപറയുവാനും മദർ മടി കാണിച്ചിരുന്നില്ല. കാരണം അധികാരികളിലും സഹോദരങ്ങളിലും തന്നേക്കാൾ ചെറിയവരിലും ദൈവത്തെ കാണാൻ ബഹുമാനപ്പെട്ട മദറിന് കഴിഞ്ഞിരുന്നു. ദൈവത്തിൽ സദാ ആശ്രയം കണ്ടെത്തിയിരുന്ന, നിരന്തരം പ്രാർത്ഥനയിൽ ആഴപ്പെട്ട ആ നല്ല സമർപ്പിതയുടെ മാതൃക ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. വിശുദ്ധിയുടെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറിയ, ദൈവസ്നേഹാഗ്നിയിൽ എരിഞ്ഞൊന്നായിത്തീരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മദറിൻ്റെ പാവനപാദങ്ങൾ നമുക്കും പിന്തുടരാം. നിത്യം സ്വതന്ത്രമായി വീശുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഏറ്റുവാങ്ങി സമർപ്പിത വീതിയിൽ ഇന്നിൻ്റെ പ്രവാചക ശബ്ദമായി മാറി ത്യാഗപൂർവം പ്രാർത്ഥനയോടെ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ സർവശക്തൻ്റെ അനുഗ്രഹം നമുക്ക് യാചിക്കാം. പ്രിയപ്പെട്ട വല്യമദറിൻ്റെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ആ അമ്മയുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ 1000 ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.